ഇതാ നിർത്തുകയായി. ഇനി നിനക്കാ. JB 25 91 66. ശിവൻകുട്ടിയെ, ഇന്ന് ഏത് നറുക്കെടുപ്പിന്റെ ഫലാ വന്നിരിക്കണേ? ജയ് മാതൃഭൂമി ഗോവ. വെളിച്ചാവണേന് മുമ്പ് പത്രം നോക്കിയിരിക്കുന്ന കണ്ടപ്പോഴേ തോന്നി കിട്ടുന്ന കാശ് വെറുതെ കൊണ്ടുവന്ന് കളയാന്നല്ലാതെ. തല 4 രൂപയുടെ വ്യത്യാസത്തിലാണ് നഷ്ടപ്പെട്ടത്. ഒന്നാം സമ്മാനം 5 ലക്ഷം. 2 നമ്പർ. അമ്മേ ദേ ഇത് കണ്ടോ? JB 25 91 66. ഇത് കണ്ടോ? ഒന്നാം സമ്മാനം JB 25 37 66. 2 നമ്പർ. സാരമില്ല, അടുത്ത ആഴ്ച കേരള. 10 ലക്ഷം ഒരു കാറും. ഞാൻ എല്ലാ സീരിയലിലും ഓരോ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? നമുക്കതിനുള്ള ഭാഗ്യമൊന്നുമില്ല. അമ്മേ, ഈ ഭാഗ്യം എപ്പോഴാണ്, എവിടെ കൂടാണ്, എങ്ങനെയാണ് നമ്മളെ കടാക്ഷിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ആ കണ്ട താറാവുകാരനും ചായക്കടക്കാരനും ബീഡി എറുപ്പുകാരനും ഒക്കെ ഒന്നാം സമ്മാനം കിട്ടാമെങ്കിൽ നമുക്ക് കിട്ടിക്കൂടെ? പിന്നെ അമ്മയ്ക്ക് പശുവിന്റെ മൂത്രവും ചാണകവും ഒക്കെ വരണോ? നല്ല എയർ കണ്ടീഷൻ മുറിയില് കാലും കയറ്റി വെച്ചിരുന്നാ പോരെ? ഇവന്റെ ഓരോ മോഹങ്ങള്. 3 നേരം പട്ടിണി കൂടാണ്ട് ഇങ്ങനെ അങ്ങ് കഴിഞ്ഞുകൂടിയാ മതിയായിരുന്നു എന്റെ ഈശ്വര. എനിക്കും ഒരു AC റൂം വേണം. AC ഇല്ലാണ്ട് എനിക്ക് ഉറക്കമേ വരുന്നില്ല. ഡേഡി, നീ എങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഈ കാശും പണവും വരാൻ അത്ര പെരുത്ത് സമയമൊന്നും വേണ്ട. എല്ലാവർക്കും ഉണ്ടടി വീട്ടിൽ നല്ല കാലം. അന്ന് ഞാൻ ഈ പഴഞ്ചം വീട് പൊളിച്ച് ഒരു ഉഗ്രം വീട് പണിയും. അതിൽ AC മുറി ഉണ്ടാവും 5-6 എണ്ണം. പണിത് വെച്ചിട്ടുണ്ടല്ലോ മേശപ്പുറത്ത്. പോളിടെക്നിക്ക് പഠിച്ചോണ്ട് ഇതൊരു ഉപകാരമായി. തുടങ്ങിയോ അതിന്റെ മുകളിലെ പണി? എന്റെ ശിവ, നീ അതെടുത്താ പിന്നാമ്പറത്തങ്ങാണ് കൊണ്ടുവയ്ക്കേ. കാണുന്നവരൊക്കെ എന്നോടാ ചോദിക്കണത് എന്നാ പണി തുടങ്ങണേന്ന്. പരിഹസിക്കുന്നതാ. നമുക്കിഷ്ടമുള്ളപ്പോ തുടങ്ങും. നാട്ടുകാരോട് പറയണോ? ചേട്ടാ, ഈ ലോകത്ത് വേറെ എന്തൊക്കെ കാര്യമുണ്ട് അന്വേഷിക്കാൻ? ശിവശങ്കരൻ വീട് വെക്കോ? എന്ന് പണി തുടങ്ങും? എങ്ങനെ പണി തുടങ്ങും? വേറെന്തൊക്കെ അറിയണ്ടേ? കണ്ണുകടി എന്ന് വെച്ചാൽ ഇങ്ങനെയുണ്ടോ കണ്ണുകടി? പിന്നെ നിറയെ പൊന്നും പണം വെച്ചിരിക്കല്ലേ അറയില് കണ്ണു കടിക്കാൻ. എന്റെ ശിവ, അല്പത്തരം പറയാതെ നീ പാലുള്ളത് അയാൾക്ക് കൊണ്ട് കൊടുക്ക. വെറുതെ മനക്കോട്ടകൾ കെട്ടുക എന്നല്ലാണ്ട്. ഇതാ പാല് കുറവാ. 3 കുപ്പി തികയില്ലാന്ന് പ്രഭാരനായരോട് പറ. കറന്നെടുത്താൽ മാത്രം പോരാ, അതനുസരിച്ച് പാലുണ്ടാകാൻ പയ്യന്റെ ഉള്ളിലേക്കും വല്ലതും കൊടുക്കണം. വെള്ളം ചേർത്താലോ? എന്നിട്ട് വേണം ആ നായർ കുപ്പിയോടെ മുഖത്തറിയാൻ. വിഷമൊന്നും അല്ലല്ലോ, പാലിൽ ഇത്തിരി വെള്ളം ചേർക്കുന്നത് നല്ലതാ. വേണമെങ്കിൽ മതി. അത് ശരി, പ്രഭാരനായ ചായക്കടയിൽ നീ നാട്ടുകാർ കുടിക്കണതേ ഈ കുളത്തിലെ വെള്ളമാണല്ലേ? നോക്കിക്കൊണ്ട് പോടാ, ചിലപ്പോ വല്ല മീനും കാണുമോ? നീ മീനൊന്നും കേറിയിട്ടില്ല. ആ അല്ലെങ്കിൽ പിന്നെ 2 മീൻ ഇപ്പൊ കേറിയാലെന്താ? ഉച്ചയ്ക്ക് വറുത്ത ചോറിന്റെ കൂടെ കൊടുക്കാം. പാല് വെള്ളം പോലെയാണല്ലോ. പാല് വെള്ളം പോലെ അല്ലാതെ പിന്നെ കല്ല് പോലെ ഇരിക്കണം. അത് വേണ്ട, പക്ഷെ പാല് പാലായിരിക്കണം. ഇത് മുഴുവൻ വെള്ള കണ്ട. അതോ, അത് പയ്യുന്നലെ കുറെ കൂടുതൽ വെള്ളം കുടിച്ചു. കൂടുതൽ വെള്ളം കുടിച്ചാ പാലിന്റെ കൊഴുപ്പ് കുറയും അല്ലേ? എന്റെ ശിവശങ്കര, പ്രഭാകരനായരുടെ അടുത്ത് വേണോ ഈ വിളവ്? ഏതായാലും ഇന്ന് ഞാനിത് തിരിച്ചരുന്നില്ല. നാളെയും പയ്യെ കൂടുതൽ വെള്ളം കുടിച്ചാ ആ പാല് നമുക്ക് വേണ്ട. അമ്മയോട് പറഞ്ഞേക്ക്. ഓരോ തെറ്റിദ്ധാരണകളെ ചേട്ടാ. ഞങ്ങളൊക്കെ കറക്കുന്ന മൊന്തയില് ഒരു തുള്ളി വെള്ളം കാണത്തില്ല. ഈ പാലില് വെള്ളം ചേർത്ത് വിറ്റിട്ടൊന്നും എനിക്ക് ജീവിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഒന്നാം തരം ജോലിയുള്ളതാ. ഗോവിന്ദൻ കൺട്രാക്ടിന്റെ അടുത്തുനിന്ന് നീ പോന്നു പറയുന്നത് കേട്ടു. പോന്നു. അതുകൊണ്ടെന്താ, ഇപ്പോഴേ ഞാൻ ഒന്നാം തരം ഒരു മെഡിക്കൽ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവാ. അറിയോ?
പാചകം അടിക്കാതെ പോ. ഓ റംലു, എന്താ വണ്ടിയിൽ ഒഴിക്കാൻ കുറെ വെള്ളം എടുത്തടി. ഇക്കാക്കടെ ലൊടാക്ക് വെള്ളം മണി കുടിച്ച് കൂട്ടുണ്ട്. അതിനുള്ള ഓട്ടാണെങ്കിൽ ഓടുന്നുണ്ട്. ഈ ലൊടാക്കുള്ളതുകൊണ്ടാ നീ കഞ്ഞിയുടെ വെള്ളം കുടിച്ച് കിടക്കുന്നത്. മോനെ ഇജ്ജ് വരുമ്പോ ശിവൻകുട്ടിയോട് ഒരു 5-6 കുളിയും കൂടി വാങ്ങിക്കൊണ്ടുവരണം. ഓൻ തന്ന കുളിക്കാൻ മുണിങ്ങാൻ രസമാണ്. കാലിന്റെ തരിപ്പിന് നല്ല അക്കണ്ട്. അയ്യോ എന്റെ ഉമ്മ, ഓൻ തരുന്ന മരുന്നൊന്നും വിജയിച്ച് കഴിക്കല്ലേ. അതേതോ തല്ലിപ്പൊളി കമ്പനിയുടെ മരുന്നാ. അത് മാത്രമല്ല, ഓൻ ഈ മരുന്നിനെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാൻ പോട്ട് അറിയേയില്ല. പിന്നെ പെട്ടിയും തൂക്കി മരുന്ന് വെക്കാനാന്ന് പറഞ്ഞു ഓൻ നടക്കണ എന്തിനാ? ഈ മരുന്ന് വിൽക്കുന്നവരാണോ ചികിത്സ? അത് ഡോക്ടർമാർക്കേ അറിയൂ. എന്നാൽ അത് മുണിങ്ങാൻ രസം നല്ല അക്കണ്ട്. മോന്റെ കാര്യം പറഞ്ഞ് നാക്കെടുത്തില്ല. നീ എന്താ ഇതുവഴി? ഒന്നും പറയണ്ട, ഞാൻ ആ ഇടവഴി ചാടിക്കടന്ന് ചുറ്റിക്കറങ്ങി ഓടി വരിക. കാലത്തെ ആ വെറിയമ്മേനോ കേറി വന്നു. ഞാൻ അയാൾ കാണാതെ അടുക്കള ഒഴുങ്ങി പോന്നു. അത് ശരി. ഇങ്ങനെ ഒളിച്ചു കളിച്ചിട്ട് എന്താ കാര്യം? പിന്നല്ലാതെ എത്ര അവധി എന്ന് വെച്ചാ പറയാ. സാധാരണ അച്ഛന്മാര് മക്കൾക്ക് സമ്പാദിച്ചു കൊടുത്തിട്ടാ മരിക്കുക. പൂക്കാട്ടുശ്ശേരി പരമേശ്വരൻ നായര് 3 മക്കൾ കൂടെ സമ്പാദിച്ചു കൊടുത്തിരിക്കുന്ന നാട് മുഴുവൻ കടവാ. ഒക്കെ ശരിയാവും എന്റെ ശിവൻകുട്ടിയെ, ഈ സമാധാനിക്ക്. ഒക്കെ ശരിയാവും. ഞാനൊരു കത്തിയും കഠാരിയായിട്ട് ഇറങ്ങണം, കക്കാനും പിടിച്ചു പറിക്കാനും ഒക്കെ. നീ ഇത്ര ബേജാറാവണം എന്തിനാ? ഇതൊക്കെ തന്നെയാ ജീവിതം എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ പ്രശ്നങ്ങൾ. ഇതിലിത്ര വിഷമിക്കാൻ എന്തോ കാര്യം? ബാലേട്ടനെ മിടുക്കൻ. ജോലിയും കുടുംബമൊക്കെ ആയപ്പോ മൂപ്പര് സൂത്രത്തിൽ അങ്ങ് മാറി. കുടുംബം നോക്കാനും കടക്കാരോട് സമാധാനം പറയാനും ഞാനുണ്ടല്ലോ. കഞ്ഞി വിളമ്പിക്കണോ? നീ വല്ലതും കഴിച്ചിട്ടാണോ ഇറങ്ങിയത്? എനിക്ക് വേണ്ട. ഇതിനോട് ഉളമ്പിയത് ഇവൻ വീട്ടിന്റെ പിന്നാമ്പുറത്തോടെ മുങ്ങിയതാ. ഇയാള് വേഗം കഴിച്ചിട്ട് വാ, വണ്ടി പോവാ. അപ്പൊ അയാളുടെ കണ്ണിപ്പെടാണ്ട് പോവാലോ. അതെന്താ, ഞങ്ങളുടെ കഞ്ഞി കഴിക്കൂലേ? ഇതൊക്കെ ഇവന്റെ ഒരു നമ്പറല്ലടി. പണ്ട് വാപ്പ ഉണ്ണാൻ വരുമ്പോ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? എവിടെയാണേലും അവൻ പറന്നെത്തും, വിളിച്ചാ വരത്തില്ല. എന്നാ അവിടെ ഇവിടെയൊക്കെ പതുങ്ങി ഇന്നലെ ശബ്ദം ഉണ്ടാക്കി. താറാമുട്ട പൊരിച്ചു കിട്ടാനുള്ള കൊതിയാ. വാപ്പയ്ക്കതറിയാം. മൂപ്പർ ഒരു കഷ്ടം അങ്ങോട്ട് കൊടുക്കും. കിട്ടിയാ പിന്നെ ഒരു നിമിഷം നിക്കത്തില്ല, പറക്കുന്ന കാണാം. പേരി പള്ള കായാണ്ട് വല്ല കഴിച്ചിട്ട് കഞ്ഞിക്ക് എന്താ കൂട്ടാൻ? കഞ്ഞിക്ക് എന്താ കൂട്ടാൻ? കഞ്ഞിക്ക് കൂട്ടാൻ ഖച്ചിൽ. നെറുകേട് കാണിക്കുന്നതിനെ ഒരു അതിരുണ്ട്. ഞാനെന്താ നിങ്ങളുടെ കളിക്കുട്ടിയാ? പൂച്ചവാക്കിൽ വാ പട്ടുവാക്കിൽ വാന്ന് പറഞ്ഞ് എന്നെ കുരങ്ങ് എളുപ്പിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 5-6 ആ ബാലകൃഷ്ണടുത്ത് ചെന്നപ്പോ അവനില്ലാത്ത പ്രാരാബ്ധില്ല. ശിവൻകുട്ടി തരുമെന്ന് പറയും. ശിവൻകുട്ടിയുടെ അടുത്ത് വരുമ്പോ പാടത്തെ തവള കരയണമാതിരി തറാന്ന് പറയും. ഇപ്പൊ എന്റെ നേളിൽ കണ്ടാവും മുങ്ങി നടക്കുക. എന്റെ പെട്ടിരിക്കണ പണം 25,000 റുപ്യ എണ്ണി തന്നിട്ടാ ഞാൻ ഈ അച്ചാലും പിച്ചാൻ നടക്കേണ്ടി വന്നത്. അവരാരും വാങ്ങിച്ച പണമല്ലല്ലോ. വാങ്ങിച്ച ആള് മരിച്ചും പോയി. എന്നാലും തരില്ലാന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. പ്രോനോട്ട് എഴുതി തരികയും ചെയ്തിട്ടുണ്ട്. പണം ഞങ്ങൾ തരും എന്ന്. അതിന് ഞാൻ ചത്തിട്ട് ഇനി ഒരു ജന്മം കൂടി ജനിക്കണോ? ശിവൻകുട്ടി ഒരു നിലയിലെത്തിയ ഇവനൊക്കെ ഗതി പിടിക്കുന്ന ആർക്കറിയാം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എനിക്ക് ശ്രമിക്കാൻ വയ്യ. സിവിൽ കേസ് കൊടുക്കാൻ പോവാ. നീ അവസാനം അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയണ്ട. മേന്നെ, കുറച്ച് സമയം കൂടി ഞങ്ങൾക്ക് തരണം. എന്റെ കുഞ്ഞുങ്ങളെ കോടതി കയറ്റരുത്. കോടതി കയറ്റുന്നു മാത്രമല്ല, ഈ വീഡിയോ ഞാൻ ജപ്തി ചെയ്യിക്കും. നോക്കൂ. എത്ര രൂപയായി? എത്രയായാലും ഓഫീസിൽ ഒന്ന് വാങ്ങിച്ചോളൂ. ഏത് ഓഫീസ്? നീ എന്തോ ഈ പറയുന്നേ? നിന്റെ അമ്മായി അമ്മയുടെ ആഫീസ്. ഇവിടെ പോടാ, ബിസിനസ് അറിയാത്ത കഴുതാ. താൻ പൊയ്ക്കോ. സാർ, ഉച്ചയ്ക്ക് ഊണിന് വണ്ടി വേണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഒരു നല്ല ടാക്സി പോലും കിട്ടാനില്ല. എങ്ങനെയുണ്ട് സെയിൽ? തരക്കേടില്ല. നമ്മുടെ പ്രോഡക്റ്റ് നല്ല മൂവ്മെന്റ് അല്ലേ? ഒറ്റ കുപ്പി പോലും വിറ്റിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഈ എറണാകുളത്തൊക്കെ പ്രോട്ടോബി ഭയങ്കര സെയിൽ, കിട്ടാനില്ല. ഈ ഗർഭശുശ്രൂഷയ്ക്ക് പറ്റിയ ടോണിക്കാണ്. മിനറൽസ്, പ്രോട്ടീൻസ്, ഹോർമോൺസ്, വൈറ്റമിൻസ് എല്ലാം ഉണ്ടല്ലോ. വെറുതെ പുഴു അടിക്കാതെ അച്ഛനെ. നെല്ലിക്ക വൈനിൽ ഏതാണ്ട് അരച്ചു കലക്കി ഉണ്ടാക്കുന്ന സാധനമല്ലേ. ഞാൻ അന്നേ പറഞ്ഞതാ ഇതൊന്നും ചെലവാവില്ലെന്ന്. പിന്നെ ചെലവാക്കാം. ഡോക്ടർമാർക്ക് നല്ല കമ്മീഷൻ കൊടുക്കണം. അത് കമ്പനിക്കാർ വിചാരിക്കാൻ നമ്മൾ എന്ത് അത് ചെയ്യാൻ? പറഞ്ഞ് സമ്മതിപ്പിക്കണം. പ്രോവി തേക്കാര് 500 ബോട്ടിലിന് വീതം കമ്മീഷനായിട്ട് ഓരോ വാഷിംഗ് മെഷീനാ കൊടുക്കുന്നത്. തന്നെ? അല്ലാതെ ഇത്രയും ചെറിയ കമ്പനികൾക്കൊന്നും നിലനിൽപ്പില്ല. നിങ്ങൾ ഇവിടെ വെച്ച ബോട്ടിലുകളെല്ലാം തിരിച്ചു കൊണ്ടുപോകണം. എല്ലാം എക്സ്പയറി ഡേറ്റ് ആവാറായി. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനമൊന്നും ഇവിടെ വിൽക്കാറില്ലേ? ഇവിടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊന്നും വിൽക്കാറില്ല. ചില സ്ഥലത്ത് വിൽക്കാറുണ്ട്. ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ഒന്ന് കറങ്ങിട്ട് വരാം. ഓക്കെ ഓക്കെ. ബ്ലഡും യൂറിനും മോഷനും ഒന്ന് പരിശോധിച്ചിട്ട് വരും. ഒരു എക്സ്റേ എടുത്തോ, എന്നിട്ട് മരുന്നിന് എഴുതാം. ഡോക്ടർ, എനിക്ക് രാവിലെയുള്ള തലവേദന മാത്രമേ ഉള്ളൂ. അതിന് ഇത്രയും പരിശോധനകൾ വേണോ? എങ്കിൽ പിന്നെ നിങ്ങൾ എന്റെ അടുത്ത് വരണോ? സ്വന്തമായിട്ട് അങ്ങ് ചികിത്സിച്ചാ പോരെ. ഇത് വെറും ഒരു തലവേദന ആയിക്കൊള്ളണമെന്നില്ല. എന്താ, പരിശോധിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ?